ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. മനാർ അബുദാബി സ്റ്റാർട്ടായി ഇപ്പോൾ തീരാറായി. ജനുവരി 30 അത് ഫിനിഷ് ആവും. അതിന് മുമ്പേ പോയി കാണേണ്ടവരൊക്കെ ഒന്ന് പോയി കണ്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നന്നായിരിക്കും. പല രീതിയിലുള്ള ലൈറ്റ് ഇൻസ്റ്റാളേഷൻസും ഒരു ഡബിൾ ഡെക്കർ ബസ്സിലുള്ള യാത്രയും എല്ലാം കൂടെ പൊളിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 11 മണി വരെയാണ് അങ്ങോട്ടുള്ള ഐലൻഡിലോട്ടുള്ള ബോട്ട് സ്റ്റാർട്ടാവുക. 5 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ഷാർപ്പ് 5 മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നല്ല തിരക്ക് കാണും, അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് കാണും. ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. കാരണം തിരക്ക് കാരണം അവസാനം അവർ ക്ലോസ് ചെയ്തു. ഒരു 7-7:30 ആയപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു. അങ്ങ് റോഡിൻ്റെ ഫുട്പാത്തിൽ കൂടെ നീണ്ടു നിൽക്കുമായിരുന്നു ക്യൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 4:30-4:45 ആകുമ്പോഴെങ്കിലും അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ മെറീന മാളിൻ്റെ പാർക്കിംഗ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നത് ലുലു ഐലൻഡിൽ നടക്കുന്ന മനാർ അബുദാബി ലൈറ്റ് ഇൻസ്റ്റാളേഷനെ പറ്റിയാണ്. നമ്മൾ മനാർ അബുദാബി അടിച്ചു കൊടുത്താൽ ലൊക്കേഷനൊന്നും വരത്തില്ല. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ മെറീന മാളിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മെറീന മോളിൻ്റെ ഫ്രണ്ട് പാർക്കിങ്ങിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും സാധിക്കും. നമുക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകാനും ടിക്കറ്റ് കൗണ്ടറിൽ പോകാൻ ആക്സസ് ചെയ്യാനും സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ബ്ലോക്കാവും. അകത്തെ മനാർ അബുദാബിയുടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ കൊള്ളത്തുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഫുള്ളാവും. സോ അത് ബുദ്ധിമുട്ടാവും. ലുലു ഐലൻഡിലോട്ടുള്ള ബോട്ട് യാത്ര തന്നെ വളരെ എക്സൈറ്റിംഗ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല വെറൈറ്റികളിലുള്ള ലൈറ്റ് ഇൻസ്റ്റാളേഷൻസ് ഈ കാണുന്നത് പോലെ കാണാൻ സാധിക്കും. പല വെറൈറ്റികളുള്ളത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു വെറുതെ കിടക്കുന്ന ഒരു പ്രദേശത്തെ അവർ എത്ര മനോഹരമായിട്ടാണ് സെറ്റാക്കി അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്കത് എങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം വിദേശ പര്യടനം. ഇവരൊക്കെ വിദേശ പര്യടനം എന്ന് പറഞ്ഞ് വന്നിട്ട് ഇതുവരെ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കാര്യങ്ങൾ വരെ അവർ ബിസിനസ്സാക്കി മാറ്റുന്നതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇവർ വന്നിട്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ നാട്ടിലത് എക്സിക്യൂട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 70% ലൈറ്റ്സും സോളാർ പവേർഡാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അറിയാമല്ലോ, ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു വേദിയാക്കുന്നില്ല ഇത്. എനിക്ക് പല സംശയങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മുടെ നാട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്രയും പേര് വിദേശ പര്യടനം ഇതെന്ന് പറഞ്ഞു വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുന്നതല്ലാതെ അവർ ഒന്നിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എല്ലാം കുത്തിപ്പൊളിച്ച് ഇതും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നാശകോശമൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് സൂക്ഷിക്കും. ഇതല്ലേ സംഭവിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. അഡൽട്ട്സിന് 25 ദിറംസും കുട്ടികൾക്ക് 10 ദിറംസും അത്രയേ ഉള്ളൂ. കാർഡ് പേയ്മെൻറ്റും അവൈലബിൾ ആണ്. ഓൺലൈൻ ടിക്കറ്റിംഗ് ഇല്ല. അപ്പോൾ കാണാത്തവരാരെല്ലാം ഉണ്ടെങ്കിൽ പോയി കാണുക, പോയി അടിച്ചു പൊളിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.